അസ്സാം വലൈക്കും. ദിസ് ഈസ് മീ ഫാത്തിമ സുല്ല. ഇത് 5ാമത്തെ ടേക്കാണ് ഞാൻ ഇപ്പോൾ എടുക്കുന്നത് വോയിസ് ഓവർ കൊടുക്കാൻ വേണ്ടിയിട്ട്. കാരണം ഫസ്റ്റ് ടൈം അങ്ങനെ ഒരു വലിയൊരു ലോങ് വീഡിയോക്ക് ഇങ്ങനെ വോയിസ് ഓവർ കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഓരോ തിരുത്തലുകളൊക്കെ ഉണ്ടാവും വിചാരിക്കണം. അപ്പോൾ തെറ്റുണ്ടാവും തിരുത്തും അങ്ങനെ കട്ട് ചെയ്ത് വീണ്ടും നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്യണം. അപ്പോൾ ഞാനൊരു വീഡിയോ എന്തെടുക്കുമെന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് ഒരു ട്രാവൽ വ്ലോഗ് ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളുള്ളത് വയനാട്ടിലുള്ള അംബ്രേസിയ റിസോർട്ട്സിലാണ്. അപ്പോൾ നമ്മൾ എത്തി. ദെൻ നമ്മൾ റൂമിലേക്ക് ചെക്ക് ഇൻ ചെയ്തു. വന്ന പാടെ നമ്മൾ വേഗം പോയി നോക്കിയത് ബാൽക്കണിയിലേക്കാണ്. ഇങ്ങനെയുണ്ട് വ്യൂസൊക്കെ കാര്യങ്ങളൊക്കെ നോക്കി. ദെൻ നമ്മളിതാ മിററിലൊക്കെ ഒന്ന് നോക്കി ബാത്റൂമൊക്കെ കണ്ടു. ദെൻ കുറച്ച് ഫോട്ടോസൊക്കെ കാര്യങ്ങളൊക്കെ നമ്മൾ റൂമിൽ നിന്നും ബാൽക്കണിയിൽ നിന്നൊക്കെ എടുത്ത്. ദെൻ ഈ ട്രാവലിനൊരു പ്രത്യേകത ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഇത് ഞങ്ങൾക്ക് ഹണിമൂൺ സ്റ്റേക്കേഷനായിട്ട് കിട്ടിയതായിരുന്നു. പക്ഷേ ഞങ്ങൾ പോയത് ഫാമിലി ആയിട്ടാണ്. അപ്പം നിങ്ങൾ വിചാരിക്കും ഉമ്മ ഉപ്പ അവരെല്ലാവരും ഉണ്ടായിരുന്നതാണ്. പക്ഷേ അവരെല്ലായിരുന്നു ഉണ്ടായിരുന്നത്. ഞങ്ങൾ തന്നെ ഫാമിലി ആയിട്ട് പോയി. അതായത് ഞങ്ങൾക്ക് കല്യാണത്തിനാണ് ഈ ഹണിമൂൺ സ്റ്റേക്കേഷൻ ട്രിപ്പ് കിട്ടുന്നത്. അപ്പോഴേക്കും ഞങ്ങൾ പ്രഗ്നൻ്റൊക്കെ ആയി. പിന്നെ ഞങ്ങൾക്ക് വരാൻ പറ്റിയില്ല. ദെൻ ഞങ്ങൾ പിന്നെ വന്നത് ബേബിക്ക് ഒരു 6 മന്തൊക്കെ ആയപ്പോഴേക്കാണ്. അങ്ങനെ ഇപ്പം ഞാൻ വരുന്നത് എന്താ വെച്ചാൽ കാറിന് ബേബി കാരിയർ ഉണ്ട്. അപ്പം ഇവിടെ കുറേ സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ബേബി നമുക്ക് സ്ട്രോളറിൽ അത്ര ഈസി ആവില്ല കൊണ്ടുപോകാൻ. അപ്പോൾ ബേബി ഉറങ്ങുമല്ലേ, അപ്പം നമ്മൾ ബേബിനെ ഡിസ്റ്റർബ് ചെയ്യേണ്ട വിചാരിച്ചു. ബേബി കാരിയറിലാക്കിയാൽ ബേബി സുഖമായിട്ട് ഉറങ്ങുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ബേബി കാരിയറൊക്കെ എടുത്ത് വരുക. ഞാൻ പറഞ്ഞില്ലേ കുറേ സ്റ്റെപ്സ് ഉള്ളതുകൊണ്ട് ഇച്ചിരി ബുദ്ധിമുട്ടാണ് നമ്മളിങ്ങനെ സ്ട്രോളേഴ്സൊക്കെ നീക്കി പോകാൻ. അതർവൈസ് നമ്മൾ അടിപൊളിയാണ്. റിസോർട്ട്സൊക്കെ കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. എന്തായിരുന്നു ഇതാ ഈ ബേബി കാരിയർ ഞാൻ മീഷോന്നാണ് വാങ്ങിച്ചത്. അത്യാവശ്യം നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് ആയിരുന്നു. കാരണം ഈ സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാവുമല്ലോ ഈ സ്ട്രോളർ ഇങ്ങനെ തള്ളിക്കൊണ്ട് പോകാൻ. അപ്പം ഈ ബേബി കാരിയറാകുമ്പോൾ നമുക്കിങ്ങനെ ഡ്രസ്സ് ചെയ്താൽ മതിയല്ലോ. അങ്ങനെ ഇതാ ഞങ്ങൾ ഇവിടെ അംബ്രേസിയ റിസോർട്ട്സും കാര്യങ്ങളൊക്കെ ഫുൾ ചുറ്റി കണ്ടു. അപ്പോൾ ഞാൻ പറഞ്ഞെന്താ വെച്ചാൽ ഈ ട്രിപ്പ് ഞങ്ങൾക്ക് തന്നത് ആരായിരുന്നു അറിയോ? ഉമ്മാൻ്റെ ഫ്രണ്ട്സായിരുന്നു. അതായത് ഹസ്ബൻഡിൻ്റെ ഉമ്മാൻ്റെ ഫ്രണ്ട്സായിരുന്നു ഞങ്ങൾക്ക് ഇത് തന്നിരുന്നത്. താങ്ക് യു ഈ ഞങ്ങൾക്കൊരു സ്റ്റേക്കേഷൻ അടിപൊളിയാക്കി തന്നതിന്. കാരണം ഞങ്ങൾ മാത്രമല്ല ബേബിയും കൂടെ ഉണ്ടായിരുന്നു ഈ സ്റ്റേക്കേഷനിൽ. അതാണ് ഇതിൽ ഏറ്റവും വലിയ ഹൈലൈറ്റ്. അങ്ങനെ പിന്നെ അന്നൊരു നോമ്പ് ദിവസമായതുകൊണ്ട് ഞങ്ങൾക്ക് നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ടുള്ളത് ഫ്രൂട്ട്സ്, ദെൻ പഴംപൊരി അതേപോലെ പൊക്കോടൊക്കെ വാങ്ങിച്ചു. നിസ്കാരമൊക്കെ കഴിഞ്ഞതാ ബാൽക്കണിയിൽ വന്നപ്പോൾ അടിപൊളി വ്യൂസും കാര്യങ്ങളൊക്കെ കണ്ടു. എന്നാൽ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇവിടെയുള്ള റെസ്റ്റോറൻ്റ് ആയിരുന്നു, അമ്മാറ റെസ്റ്റോറൻറ്റ്. ഈ റിസോർട്ട്സിൻ്റെ ഉള്ളിൽ തന്നെ ഉള്ളതാണ്. ഞങ്ങളത് അവിടെ പോയി ഹോട്ട് കോൺ സൂപ്പാണ് കുടിച്ചത്. സ്വീറ്റ് കോൺ സൂപ്പ് കുടിച്ചു. നൈസായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങളവിടെ ഓർഡർ ചെയ്തതാ സാലഡ് ആയിരുന്നു. അടിപൊളി നൈസ് സാലഡ്. ഇതുവരെയായിട്ട് ഞാൻ കഴിക്കാത്തൊരു ടൈപ്പ് ഓഫ് സാലഡ്സ് ആയിരുന്നു. ഒരു സ്വീറ്റും ഉണ്ടായിരുന്നു, ഇച്ചിരി എരിവൊക്കെ ഉണ്ടായിട്ട്. ദെൻ കഴിച്ചു. ദെൻ പിന്നെ നമ്മൾ റൂമിലേക്ക് ഫുഡ് സർവീസ് ചെയ്യിപ്പിച്ചിരുന്നു കേട്ടോ. കാരണം ബേബി കരയും തണുപ്പൊക്കെ അല്ലേ, അപ്പോൾ ബേബിക്ക് കുറച്ച് ബുദ്ധിമുട്ട്. അപ്പം എന്ത് ചെയ്തു, ഗീ റൈസും അതേപോലെ റൊട്ടിയും കാര്യങ്ങളൊക്കെ റൂമിലേക്ക് ഓർഡർ ചെയ്തു. സിനിമയൊക്കെ കണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു കഴിച്ചു. ദെൻ പിറ്റേ ദിവസം രാവിലെ മോർണിംഗ് ആയപ്പം ഇഡ്ഡലി പൂരി അങ്ങനെ കുറേ ബജി അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും, ജ്യൂസ്, ചായ, അങ്ങനെ എല്ലാ വിഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മളതൊക്കെ കഴിച്ചു. വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചിട്ട് നമ്മൾ അംബ്രേസിയ റിസോർട്ട്സിനോടൊക്കെ ടാറ്റ പറഞ്ഞു, ബായ് പറഞ്ഞു. ദെൻ ചുരത്തിനോടും ടാറ്റ ബൈ പറഞ്ഞു. ഞങ്ങൾ എന്ത് ചെയ്തു അവിടെ നിന്ന് ഇറങ്ങി. അത്രേ ഉള്ളൂ ഗൈസ്. ഫസ്റ്റ് വീഡിയോ ആകുമ്പോൾ കുറേ തിരുത്തലുകളൊക്കെ ഉണ്ടാവും. എല്ലാവരും ക്ഷമിക്കുക. എന്തായാലും ഇഷ്ടപ്പെട്ടാൽ അതിൻ്റെ ഇടയിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഗായ്സ്. അസ്സലാമു അലൈക്കും.